ഈ കാസ്റ്റ് സ്ക്രീൻഷോട്ട് ആദ്യം പ്രത്യക്ഷപ്പെട്ടത് ഡിവൈഎഫ്ഐയുടെ വടകരയിലെ നേതാവ് റിബേഷ് രാമകൃഷ്ണന്റെ പേജിലാണല്ലോ ആദ്യം വന്നത്. പോസ്റ്റ് ചെയ്തത് ആദ്യം എന്ന് പറയുന്നത് പോലീസ് പറയുന്നത് അതാണല്ലോ. എങ്കിൽ ഈ റിബേഷ് രാമകൃഷ്ണനെ ചോദ്യം ചെയ്താൽ കിട്ടാവുന്നതല്ലേ ഉള്ളൂ. എവിടുന്നാണ് കിട്ടിയത്, എങ്ങനെയാണ് ഇത് വന്നത് എന്ന് ചോദിച്ചാൽ പോലീസ് എന്തേ ചോദ്യം ചെയ്യാത്തത്? ഒരു കേസ് രജിസ്റ്റർ ചെയ്യാത്തത് എന്താ? അദ്ദേഹത്തെ സാക്ഷിയാക്കുകയാണല്ലോ ഇപ്പൊ ചെയ്തിരിക്കുന്നത്. എന്നിട്ട് ഫോറൻസിക് പരിശോധനയ്ക്ക് ഫോൺ അയക്കുന്നു. എന്തിനാണ് അത്രയിലേക്ക് പോകുന്നത്? ഇവിടുത്തെ പോലീസ് സംവിധാനത്തിന് ഒരു നിമിഷം കൊണ്ട് കണ്ടുപിടിക്കാൻ സാധിക്കുന്നതേയുള്ളൂ. ഒരു പരിശോധനയും ഫോറൻസിക് പരിശോധനയും വേണ്ട. അദ്ദേഹം വിട്ടു പറയുന്നില്ലല്ലോ. പക്ഷെ ഇതൊക്കെ CPM നേതൃത്വത്തിന് നന്നായിട്ട് അറിയാം. എക്കാലത്തും ആടിനെ പട്ടിയാക്കുന്ന പരിപാടി തന്നെയാണ് CPM എടുത്തുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, TP ചന്ദ്രശേഖരനെ കൊല ചെയ്ത സമയത്ത് നമ്മൾ കണ്ടതല്ലേ, മാഷാ അള്ളാ സ്റ്റിക്കർ ഒട്ടിച്ചു. കൈരളി ചാനൽ വളരെ കൃത്യമായിട്ട് പറഞ്ഞു, മത തീവ്രവാദികളാണ് ഈ കൊലപാതകത്തിന് പിന്നിൽ. ദേശാഭിമാനി വെണ്ടക്ക അക്ഷരത്തിൽ എഴുതി, മത തീവ്രവാദികളാണ് ഈ കൊലപാതകത്തിന് പിന്നിൽ. എന്താ സംഭവിച്ചത്?